ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പേര് കൊണ്ട് മുസ്ലിമും പ്രവൃത്തി കൊണ്ട് ഹിന്ദുവും എന്നാൽ ഇത് രണ്ടും അല്ലാത്ത ഒരാളാണ് നമ്മുടെ ജസ്ന സലീം എന്ന് പറയുന്ന യൂട്യൂബുകാരി. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പരാതിയിന്മേൽ ഇപ്പോൾ ഹൈക്കോടതി കേസെടുത്തിരിക്കുകയാണ് ആ വ്യക്തിക്കെതിരെ. അതിനെതിരെ പുതിയ ലൈവുമായി അതിനെല്ലാം ഉത്തരം നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്നത് കൊണ്ടോ അത് വിൽക്കുന്നത് കൊണ്ടോ മറ്റു മതത്തെ സ്നേഹിക്കുന്നത് കൊണ്ടോ ഒന്നും ആരും ഇവിടെ ആരെയും ഒരു കുറ്റവും പറയുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ എങ്ങനെ മതസ്പർദ്ധ ഉണ്ടാക്കാം, എങ്ങനെ മതത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം, അതെല്ലാം വിറ്റ് എങ്ങനെ കാശാക്കാം എന്ന് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അതിവിദഗ്ധയായ ഒരു മുസ്ലിം നാമധാരി മാത്രമായ ഒരു പെണ്ണാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സ്ത്രീ. ആ സ്ത്രീ പറയുന്ന ബാക്കി കാര്യങ്ങൾ കേൾക്കാം. എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന് ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. എനിക്ക് വിലങ്ങി വെച്ച് കൊണ്ടുപോയി എന്നും ജയിലിൽ പോയി എന്നും അവിടെ ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നത് ഇല്ലെങ്കിലും തീർച്ചയായിട്ടും പേടിച്ച് 2 ദിവസം ഒളിവിലായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയുന്നതാണ് മോളെ ജസ്ന എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ്. അപ്പം നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പം ജസ്ന സലീം എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമ്മൽ ഇതാക്കുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പം ഞാൻ ഏതായാലും ജയിലിലൊന്നും പോയിട്ടില്ല, ഞാൻ ഒളിവിലും പോയിട്ടില്ല. ഇന്നലെ തൊട്ടിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ്. അത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞാനത് വെളിപ്പെടുത്താം എന്താന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സർപ്രൈസ് ഉണ്ട്. പിന്നെ ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കി വീട്ടിലേക്ക് അരി വാങ്ങാനും അതുപോലെ തന്നെ ചാനലിന് റീച്ച് കൂട്ടാനും ജസ്ന സലീം എന്ന് പറയുന്ന പെണ്ണിൻ്റെ പേര് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവരെ ആലോചിച്ചിട്ട് ജസ്ന സലീമിന് സഹതാപമാണ് പോലും, സഹതാപം. എന്നാൽ ഇവളുടെ കാര്യം ആലോചിച്ച് നാട്ടുകാർക്ക് മൊത്തം ഇപ്പോൾ സഹതാപമാണ്. സ്വന്തം കുടുംബക്കാർക്കോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ വേണ്ടാത്ത ഒരു സാധനമാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ പെണ്ണ്. ഇവളെ പേര് വിറ്റിട്ടാണ് പോലും യൂട്യൂബ് കാശുണ്ടാക്കുക. താങ്കൾ എന്തിനാണ് ഈ മതം വിറ്റ് കാശുണ്ടാക്കാനല്ലേ താങ്കൾ നടക്കുന്നത്? അതുകൊണ്ട് പിന്നെ ഇതിലൊക്കെ പറയുന്നൊരു വലിയ അർത്ഥമൊന്നുമില്ല, അത് വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. താങ്കൾ ഒളിവിലല്ല എന്നൊക്കെ പറഞ്ഞ് 2 ദിവസം കാണാനില്ലായിരുന്നു. പേടിച്ച് ഇപ്പോൾ വക്കീലിനെയൊക്കെ കണ്ട് കേസ് കാര്യം തീരുമാനമായപ്പോൾ പുറത്തിറങ്ങിയതാണ്, മാളത്തിൽ നിന്ന് പുറത്തു വന്നതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു പുതിയ സർപ്രൈസ് തരാൻ വന്നിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഭയങ്കര തിരക്കിലാണ് എന്നൊക്കെ പറയുന്നത് എന്താണൊക്കെ നാട്ടുകാർക്കറിയാം. ഈ സ്ത്രീയുടെ കാര്യം എന്താണെന്നും അറിയാം. താങ്കൾ ഇപ്പോൾ മതം മാറി ഹിന്ദു മതത്തിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയുന്നു. ആ മതത്തിൽപ്പെട്ട നല്ല സഹോദരന്മാർ ഒരുപാട് ഈ നാട്ടിലുണ്ട്. അവരെ പറയിപ്പിക്കാൻ താങ്കളെപ്പോലത്തെ ഒരാൾക്കാർ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഒരു ചുക്കും ഞങ്ങളുടെ മതത്തിനോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിനോ ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല. താങ്കൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്നോ പോകണം. കാരണം ഈ 2 തോണിയിൽ കാല് വെച്ചുകൊണ്ട് ആരെ പറയിപ്പിക്കാനാണ് താങ്കൾ ഈ പ്രവർത്തനമെല്ലാം കാണിക്കുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാൻ വേണ്ടിയുള്ളത്. താങ്കൾ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്ന സർപ്രൈസ് അതാണ്. അത് ഞാൻ കാണിച്ചു തരാം. താങ്കളുടെ ഒരു പഴയ വീഡിയോ താങ്കൾ തന്നെ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേട്ടാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? പുള്ളന്റെ മോളെ കാണിച്ചു തരാം. ഞാനിത് തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും. എന്നിട്ട് പുള്ളമോളെ എന്നെ കാണിക്കാൻ വേണ്ടിട്ട് മാത്രാട്ടോ. എനിക്ക് എന്നോട് മോഹബത്താ. നിനക്ക് ശനീതിനോട് മോഹബത്തുള്ളത് പോണം, എന്നോട് മോഹബത്താ ഉള്ളേ. എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും. ആ പൊട്ടും കുത്തി, അയ്യോ ഞാൻ സുമംഗലിയാവ് മറന്നുപോയി. പുള്ള സുമംഗലിയാണെന്ന് പുറത്തറിയിക്കാത്ത മാതിരി ഞാനങ്ങനല്ല കേട്ടോ. എന്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ. അപ്പൊ സിന്ദൂരം ഞാനങ്ങ് മതങ്ങ് സ്വീകരിച്ചേക്കും. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? പുള്ള ചേച്ചിക്കും പുള്ള ചേച്ചിന്റെ കൂട്ടക്കാർക്കും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. ഇത് വലിയ സർപ്രൈസ്. ആർക്ക് സർപ്രൈസ് കൊടുക്കാൻ? താങ്കളുടെ ഹസ്ബൻഡ് പോലും ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റാത്ത താങ്കളാണോ ഈ നാട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്? ഇതൊക്കെ കണ്ട് സർപ്രൈസ് ആകുന്ന കുറച്ച് ആൾക്കാർ, താങ്കളുടെ ഈ പുറകിൽ ഇങ്ങനെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അവരോട് പോയി പറയണം. ഇതൊക്കെ സർപ്രൈസ് ആയിട്ട് കാണണമെങ്കിൽ അതിന് വേറെ ആളെ നോക്കേണ്ടി വരും ജസ്ന സലീം എന്നാണ് പറയാനുള്ളത്. വലിയ സർപ്രൈസ് തരുന്ന ഒരാളാണ് പോലും. അടുത്തൊരു കാര്യം പറയുന്നത്, മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി പറഞ്ഞ്
ഒരു മൊയന്ത് വീഡിയോ ഇട്ട് പോലും ഒരു വോയിസ് അവൾ കേട്ടു, അവൾ വലിയ സംഭവമാണ്. താങ്കളെയൊന്നും മഹലിൽ നിന്ന് പുറത്താക്കിയാൽ അടിച്ചോടിക്കണമെന്നാണ് പറയാനുള്ളത്. എന്ത് മഹല്? താങ്കളെപ്പോലെ ഒരു വ്യക്തിയൊക്കെ ആ മഹലിൽ വെച്ചിട്ട് നല്ല നിഷ്കളങ്കരായി ജീവിക്കുന്ന നാട്ടുകാർക്ക് പേര് ദോഷം വരുന്ന സ്വന്തം അഡ്രസ്സ് പോലും ഇല്ലാതെ കല്യാണം കഴിച്ചിട്ട് മറ്റേതോരത്തിൻ്റെ ഒപ്പം ജീവിക്കുന്ന താങ്കൾക്കൊക്കെ എന്ത് അഡ്രസ്സാണ് കേരളത്തിൽ നൽകേണ്ടത്? താങ്കളുടെ വീട്ടിൽ പോലും താങ്കൾക്ക് നല്ലൊരു അഡ്രസ്സ് ഇല്ല, പിന്നെ അല്ലേ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ. മഹലിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ മഹലിൽ താമസിക്കുന്ന ഏതൊരു മതവിശ്വാസിയായാലും ആ മതത്തിൻ്റെ ചട്ടക്കൂടിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ മഹലിൽ നിന്ന് പുറത്താക്കും. തീർച്ചയായിട്ടും താങ്കളെ മഹലിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ല. പക്ഷേ തീർച്ചയായിട്ടും താങ്കളെപ്പോലത്തെ ഒരു വ്യക്തി എന്തിനു മതത്തിൽ തുടരണം? താങ്കൾക്ക് തീർച്ചയായിട്ടും ഹിന്ദു മതത്തിലേക്കോ ക്രിസ്ത്യൻ മതത്തിലേക്കോ ജൈന മതത്തിലേക്കോ ബുദ്ധമതത്തിലേക്കോ ഏത് മതത്തിലേക്കും താങ്കൾക്ക് താങ്കളുടെ ഇഷ്ടാനുസരണം പോകാനും അതിൽ പ്രവർത്തിക്കാനും അതിൽ നിൽക്കാനും എല്ലാ സ്വാതന്ത്ര്യവും ഇന്ന് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം തന്നെ തരുന്നുണ്ട്. പിന്നെ എന്തിനാണ് വലിയൊരു സർപ്രൈസ് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു മതം മാറ്റം നടത്താൻ വേണ്ടി താങ്കൾ ഇവിടുന്ന് പോകുന്നത് കൊണ്ട് ഇവിടെ എന്ത് ചുക്ക് സംഭവിക്കാനാണ്? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുള്ള ഒരു മതത്തിൽ നിന്ന് ഒരു നാര് പോലും കൊഴിഞ്ഞു പോകാത്ത താങ്കളെ പറ്റി പോലത്തെ ഒരു ആൾക്കാർ ഇവിടുന്ന് പോകുമെന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും അതുകൂടി കേൾക്കാം. പിന്നെ അതേപോലെ ഒരു മൊയന്തൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഞാൻ പള്ളിക്കമ്മിറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും, പള്ളിക്കമ്മിറ്റി അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും. എടാ മൊയന്തേ, ഞാൻ എന്നാടാ നിന്റെ പള്ളിക്കമ്മിറ്റിയിൽ ഇതിൽ വന്നത്? എൻ്റെ മഹൽ എവിടെയാ മൊയന്തേ? എൻ്റെ മഹൽ വരുന്നത് മാവിൻതോട്ടിലാണ്. എന്ന് വെച്ചാൽ ITA പള്ളിയിലാണ് എൻ്റെ മഹൽ വരുന്നത്, അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല കേട്ടാ. അപ്പോൾ ഓന് കുറച്ച് ആളാവാം, ഓന് എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും. അത് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരികയും ചെയ്യും. അത് നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ജസ്ന സലീം പറഞ്ഞ വേറൊരു വാക്ക് എന്ന് പറയുന്നത് ആരോടാണ് ജസ്ന സലീമിന് കാര്യങ്ങൾ പറയാനുള്ളത്? നിങ്ങൾക്ക് എൻ്റെ പച്ച ഇറച്ചി തിന്നുകയല്ലാതെ വേറെ പണിയൊന്നുമില്ലല്ലോ, അതേ നിങ്ങളെ കൊണ്ട് സാധിക്കൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈശ്വരൻ എന്നെ ശിക്ഷിച്ചതാണോ അതല്ല രക്ഷിച്ചതാണോ എന്നൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയുന്നത്. താങ്കൾ എന്ത് തേങ്ങ കാണിക്കാനാണെന്ന് മനസ്സിലാകാത്തത്? താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്നത് പോയി ചെയ്യണം സാർ. താങ്കൾ ചെയ്യാൻ പറ്റുന്നത് ഏറി വന്നാലും അതിൽ മതം മാറി ചിലപ്പോൾ ഹിന്ദു മതത്തിലേക്ക് പോയേക്കാം. ആർക്ക് നഷ്ടം? താങ്കളുടെ വീട്ടുകാർക്ക് പോലും ഒരു നഷ്ടമായി തോന്നാത്തൊരു സാധനത്തിനെ നാളെ നാട്ടുകാർക്ക് എന്ത് നഷ്ടം? താങ്കൾ എങ്ങോട്ട് പോയാൽ എന്ത്? താങ്കൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ പോയി വിശ്വസിക്കാം, ഇഷ്ടമുള്ള ആൾക്ക് താലി ചാർത്താം, ഇഷ്ടമുള്ള പാട്ട് പാടാം, ഇഷ്ടമുള്ള വീഡിയോ ചെയ്യാം. അതൊക്കെ എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുന്നു വരുന്നു. അതൊന്നും ഇവിടെ ഒരു വാർത്തയല്ല സാർ. അപ്പം ദൈവം എന്നെ പരീക്ഷിച്ചതാണോ ദൈവം എന്നെ അനുഗ്രഹിച്ചതാണോ എന്നുള്ളത് ഡീറ്റെയിൽ ഒക്കെ അറിയാം. അപ്പോൾ എനിക്ക് കുറച്ച് ലെവളുമാരോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് എൻ്റെ പച്ചരിച്ച് തിന്നുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്കിപ്പോൾ വേറെ വഴിയില്ല. പിന്നെ ബാക്കി പറയുന്നത്, ഞാനൊരു മതസ്പർദ്ധയും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. എനിക്ക് ജയിലിൽ പോകാൻ ഒരു യോഗമുണ്ടെങ്കിൽ ഞാൻ ജയിലിൽ പോകും. പിന്നെ വേറെന്താണ്, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലെ ദൈവത്തെ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത കുറ്റം? അതൊരു മതസ്പർദ്ധയാണോ? താനൊരു കൊലക്കുറ്റവും ചെയ്തിട്ടില്ല, താനൊരാളുടെ മുതലും കട്ടിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മെഴുകുകയാണ് നമ്മുടെ ജസ്ന സലീം. പേടി ഒരുപാട് അങ്ങ് കടുത്തു പോയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിൻ്റെ മുഖത്തിനും ഒരു വലിയ സന്തോഷമൊന്നും ഇപ്പോൾ കാണുന്നില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ താങ്കൾ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചോ ഇല്ലയോ എന്നൊക്കെ കോടതി കണ്ടുപിടിക്കും. പിന്നെ ജയിൽ കിടക്കാൻ യോഗമുണ്ടെങ്കിൽ കിടക്കുമെന്നൊക്കെ പറയുന്നത് അത് താങ്കൾ മാത്രമല്ല, ആരുടെ യോഗം തീരുമാനിക്കുന്നത്? അതിൽ പടച്ച തമ്പുരാൻ്റെ പേര് പറയുന്നുണ്ട്. താങ്കൾക്ക് പടച്ചവന് വിശ്വാസമില്ലാത്ത ഒരാളാണ് താങ്കൾ എന്തിന് പടച്ചവനെ പിടിക്കണം? അതൊന്നും മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു യോഗമുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും ജയിൽ കിടക്കേണ്ടി വന്നാൽ കിടക്കേണ്ടി തന്നെ വരും മോളെ ജസ്ന എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതുകൂടി കേൾക്കാം. സമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു തെറ്റുകാരിയാണ്, ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ്. അപ്പോൾ ഞാൻ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക. അപ്പോൾ എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കാനും പോയിട്ടില്ല. എല്ലാ മതത്തെയും ഒരുപോലെ ബഹുമാനിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം നമ്മളെ എല്ലാ രീതിയിലും തരം താഴ്ത്തണം, അല്ലെ നമ്മളെ ഇതാക്കണം എന്ന് കരുതിയ കുറച്ച് ആൾക്കാർ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അതിൽ എനിക്കിപ്പം ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഒളിവിലും പോയിട്ടില്ല, ഞാൻ ഏതായാലും ജയിലിലും ആയിട്ടില്ല. ഇനിയിപ്പം
നാളെ ജയിലിലാവുമോ എന്നുള്ളത് അത് തമ്പുരാനെ അറിയുള്ളൂ. ജയിലിൽ കിടക്കാൻ യോഗം ഉണ്ടെങ്കിൽ ജയിലിൽ കിടക്കുക തന്നെ ചെയ്യും. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തോന്നി എന്താണെന്നറിയോ, 40ഓളം കേസുള്ള ആൾക്കാർക്ക് എൻ്റെ പേരിൽ വന്ന ഒരൊറ്റ കേസ്, എന്താ പറയുക, പെരുന്നാളിൻ്റെ സന്തോഷം. 40ഓളം കേസുള്ള ആൾക്ക് കഷ്ടം തന്നെ അല്ലേ. അപ്പോൾ എനിക്ക് വന്ന പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് നേരിടാനും അറിയാം. അതുകൊണ്ട് എനിക്ക് ഒളിവ് പോകണ്ട. ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ, ജയിലിൽ കിടക്കാനാണ് യോഗമെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കും. അതിപ്പോ നമുക്ക് ആർക്കും നമ്മുടെ തലവര മാറ്റാൻ പറ്റില്ല. എനിക്കിപ്പം ജയിലിൽ കയറാനോ ജയിലിൽ കിടക്കാനോ യോഗം ഉണ്ടെങ്കിൽ അത് കിടക്കുക തന്നെ ചെയ്യണം. അത് ഏത് രീതിയിൽ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ആരെ കൊന്നിട്ടുണ്ടോ? ഒരു സ്ത്രീയാണ് ഈ സജ്ന സലീം എന്ന് പറയുന്ന ഈ വ്യക്തി. താങ്കളുടെ സർപ്രൈസ് തരുമെന്ന് പറഞ്ഞ് ഞെട്ടിച്ചില്ലേ? തീർച്ചയായിട്ടും താങ്കളുടെ സർപ്രൈസ് തരുന്ന ദിവസം താങ്കളുടെ പേര് കൂടി ഒന്ന് മാറ്റണമെന്നാണ് വിനീതമായിട്ട് നമ്മൾക്ക് പറയാനുള്ളത്. അതുകൂടി അങ്ങോട്ട് മാറ്റിയാൽ ഒരു സമാധാനമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമായിട്ട് തോന്നുന്നില്ല. സജാദ്രി പറയുന്നുണ്ട്, സമൂഹത്തിൻ്റെ കണ്ണിൽ ഞാനിപ്പോൾ വലിയ തെറ്റുകാരിയാണ്. സമൂഹത്തിൻ്റെ കണ്ണിൽ, ഈ ലോകത്തിൻ്റെ കണ്ണിൽ മുഴുവൻ താങ്കൾ തെറ്റുകാരിയാണ്, യാതൊരു സംശയമില്ല. കോടതി അതുകൊണ്ട് തന്നെയാണ് കേട്ടവാദി കേൾക്കാത്ത വാദി അവിടെ പരാതി കിട്ടിയപ്പോൾ തന്നെ കലാപാഹനത്തിന് താങ്കളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ട്. കാരണം അതിനു മുന്നേ അവിടെ നിന്ന് കേക്ക് മുറിച്ച് താങ്കൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വൈറലാക്കാൻ വേണ്ടി കളിച്ച ശ്രമങ്ങളെല്ലാം കോടതി കാണുന്നുണ്ട്. താങ്കൾ ഗുരുവായൂരിൽ പോയി ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഗുരുവായൂർ എന്നൊക്കെ പറയുന്ന അമ്പലനട. അവിടെ പോയിട്ടൊരു മുസ്ലിം നാമധാരിയായ താങ്കൾ അവിടുത്തെ ഒരു വിഗ്രഹത്തിൽ മാല ചാർത്തി അതൊരു പേരെടുക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുന്നു, അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു, ആൾക്കാരെ കാണിക്കുന്നു. താങ്കൾക്ക് ആ കൃഷ്ണനോടോ അല്ലെങ്കിൽ ആ ദൈവത്തോടോ അത്രയ്ക്കും അടങ്ങാത്ത താല്പര്യമുണ്ടെങ്കിൽ ആ മതത്തിലേക്ക് ചേക്കേറി അതിനുശേഷം സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ആ അമ്പലത്തിൽ കയറുകയോ അവിടെ വിശ്വാസത്തിനനുസരിച്ച് താങ്കൾക്ക് ജീവിക്കുകയോ ചെയ്യാം. എന്തുകൊണ്ട് വെറുതെ ഒരു പേര് കൊണ്ട് മുസ്ലിമായി മറ്റൊരു മതത്തിലെ ദൈവത്തെ ഇഷ്ടപ്പെട്ട് ആൾക്കാരെ കബളിപ്പിച്ച് അവിടെ പോയി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് വൈറലാക്കുക എന്നത് താങ്കളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. താങ്കൾ ഇത് 2 കൊല്ലം മുന്നേ ഒരു മുസ്ലിം സ്ത്രീ ഒരു കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നു, ഫോട്ടോ വരയ്ക്കുന്നു, അത് പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നു, സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നു. ഇതൊക്കെ ജനങ്ങൾ കണ്ട് ജനങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാം. കാരണം താങ്കൾ ഒരു അന്യമത സ്ത്രീയാണ്, ഇഷ്ടപ്പെടുന്നത് മറ്റു മതത്തിലെ ഒരു ദൈവത്തെയാണ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അതറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. അതുകൊണ്ടാണ് താങ്കളുടെ ചാനലും താങ്കളെയും ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്തു പോയത്. അത് വലിയൊരു പാപമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ താങ്കളെപ്പോലത്തെ സ്ത്രീയാണോ എന്ന് പോലും അറിയില്ല. കാരണം സ്ത്രീകളുടെ രൂപവും അതുപോലെ തന്നെ വേറെ എന്തോ ഒരു മനുഷ്യൻ്റെ സ്വഭാവമുള്ള ഒരാളാണ് താങ്കൾ. താങ്കളെപ്പോലുള്ള ആൾക്കാർ ഇന്ന് കേരളത്തിൽ ഒരു വിലയും ഒരു ചെറിയ കുട്ടികൾ പോലും താങ്കൾക്ക് നൽകുന്നില്ല. താങ്കളുടെ ജീവിതവുമായി താങ്കൾക്ക് സ്വൈര്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിക്കാം. അതൊന്നും ഒരു മതത്തിനെയോ ഒരു ജാതിയെയോ ഒരു മഹല്ല് കമ്മിറ്റിയെയോ ഒന്നും ബാധിക്കുന്ന ഒരു സംഭവമേ അല്ല എന്ന് സ്നേഹത്തോടെ താങ്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്. താങ്കൾ പോവുകയാണെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ താങ്കൾക്ക് പോകാം. ഇവിടെ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് പാർട്ടിയിൽ വിശ്വസിക്കാനും എങ്ങനെ ജീവിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് വെച്ച് തരുന്നുണ്ട്. അതുപയോഗിച്ച് താങ്കൾക്ക് എന്ത് കോപ്രായം വേണമെങ്കിലും കളിക്കാം. അതൊന്നും ഇവിടെ വലിയ വിഷയമല്ല എന്നും, എന്നാൽ അതൊക്കെ വിറ്റ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വിശ്വാസികളിൽ എങ്ങനെ അവരുടെ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കാമെന്ന് പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കോപ്രായങ്ങൾ നിർത്തണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. സജ്ന സലീം വരും ദിവസങ്ങളിൽ അറസ്റ്റ് രേഖപ്പെടുത്തി തീർച്ചയായിട്ടും പോലീസ് അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത്. തീർച്ചയായും അതിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുമ്പോൾ ഞങ്ങൾ വേറെ വീഡിയോവുമായി വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.